അപ്പൊ ശരിക്കും കംപ്ലീറ്റ്ലി ആളുകളൊക്കെ വിചാരം അല്ലെങ്കിൽ തോട്ട് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇപ്പൊ വയനാട് മൊത്തത്തിൽ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ കംപ്ലീറ്റ്ലി എന്താ ടൂറിസം കാര്യങ്ങളൊന്നും നടക്കാതെ അല്ലേ? അതിന് പറഞ്ഞത് വയനാട് മേപ്പാടിയിൽ നിന്നും ഏകദേശം 40 മിനിറ്റ്സ്, ചെറിയ റോഡ് മോശമായതുകൊണ്ടാണ് 40 മിനിറ്റ്സ് എന്ന് പറയുന്നത്. അത്രയും ദൂരത്തിലുള്ള സ്ഥലത്താണ് സംഭവിച്ചത് ഇപ്പോഴും പറയുന്നു. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതും അതൊരു വലിയ ദുരന്തം തന്നെയാണ്. അതിനൊരിക്കലും മറക്കാൻ നമുക്ക് കഴിയില്ല. ഇനി അങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഉണ്ടാവാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിക്കോഷൻസും കാര്യങ്ങളും ഇതൊക്കെ എടുക്കാം. പക്ഷെ അത് വിചാരിച്ചിട്ട് റിസോർട്ട് ബിൽഡ് ചെയ്തുകൊണ്ടാണോ, ഹോട്ടൽ ബിൽഡ് ചെയ്തുകൊണ്ടാണോ, അല്ലെങ്കിൽ ടൂറിസം കൂടുതലായിട്ട് വന്നുകൊണ്ടാണോ ഇത് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി പറയാൻ കഴിയില്ല. കാരണം നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വീട് ഉണ്ടാക്കുന്നതാണെങ്കിലും അതൊരു നിർമ്മാണ പ്രവർത്തനമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു നിർമ്മാണവും എന്ത് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ വയനാടിൻ്റെ ബാക്കിയുള്ള ടോട്ടൽ റവന്യൂ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 40 to 50% ആൾക്കാർ ടൂറിസം റിലേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു മേപ്പാടി ചൂരൽമല ഭാഗം എന്ന് പറയുന്നത് മെയിൻ പ്ലേസ് എന്ന് പറഞ്ഞാലും, പക്ഷെ ടോട്ടൽ വയനാടിൻ്റെ വിസ്തീർണ്ണം എടുക്കുമ്പോൾ ഒരു പെർസെൻറ്റേജ് പോലും ആ ഭാഗം മാത്രമാണ്. അതല്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള കൽപ്പറ്റ സൈഡിലും വൈത്തിരി സൈഡിലും ലക്കിടി സൈഡിലും മാനന്തവാടി, സുൽത്താൻ ബത്തേരി, മുത്തങ്ങ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ എന്തുണ്ട് ഇപ്പോഴും ടൂറിസ്റ്റ് പ്ലേസസും ഡെസ്റ്റിനേഷൻസും സൈറ്റ് സീയിങ് പ്ലേസസും ഒക്കെ ഉണ്ട്. ഇതൊന്നും അഫക്റ്റ് ചെയ്യാത്ത. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ വയനാട് കംപ്ലീറ്റ് ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് അവിടെ ചുറ്റിപ്പറ്റി ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ ജീവിതം കൂടെയാണ്. അതെ, ഇപ്പൊ നമ്മള് പൂക്കോട് ലേക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ പൂക്കോട് ലേക്കിലേക്ക് വരുന്ന ആൾക്കാരുടെ ഓട്ടോക്കാരുണ്ട്, അതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്, ചെറിയ ചെറിയ ഷോപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഈ ടൂറിസം എന്തുകൊണ്ട് ജീവിക്കുന്നത് റിസോർട്ടുകളോ അല്ലെങ്കിൽ റിസോർട്ടിലെ സ്റ്റാഫുകളോ മാത്രമല്ല, അവിടുത്തെ ജനങ്ങളും കൂടിയാണ്. പിന്നെ നമ്മളെല്ലാവരും നേരെ ഫോക്കസ് ചെയ്യുന്ന ഉരുൾപൊട്ടൽ ബാധിച്ച ഏരിയ അവിടെ എങ്ങനെ റീബിൽഡ് ചെയ്യാന്നുള്ള മാത്രമാണ്. പക്ഷെ ഇതിനെ കൊണ്ട് അഫക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ ഒരു വലിയൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ നമ്മൾ ഈ ദുരിതത്തെ നേരിട്ട് അനുഭവിച്ചിരുന്ന ആൾക്കാരെ മാത്രമാണ് ദുരിതാശ്വാസം ചെയ്യുന്നത്. ഈ ടൂറിസം അടച്ചിട്ടത് കൊണ്ടോ ട്രാവൽ അടച്ചിട്ടത് കൊണ്ടോ ഉണ്ടായേക്കാവുന്ന ദുരന്തം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിലും വലിയൊരു ഡിസാസ്റ്റർ ആയിരിക്കും.